സക്കായി ഈ യേശുവിനെ കണ്ടുമുട്ടിയത് ഒരു വലിയ അബദ്ധമായി പോയി. പ്രിയപ്പെട്ടവരെ, ലോകം, സമൂഹം നമ്മോട് ചോദിക്കാം, യേശുവിനെ കണ്ടത്, യേശുവിനെ തിരിച്ചറിഞ്ഞത്, യേശുവിനെ അനുഗമിച്ചത്, യേശുവിനെ പിൻപറ്റുന്നത് ഒരു വലിയ നഷ്ടമല്ലേ എന്ന് ലോകം ചോദിച്ചാൽ, ഇന്ന് രാത്രി സക്കായിയോടൊപ്പം ഈ ദൈവസഭയ്ക്ക് പറയുവാൻ, ശ്രോതാക്കൾക്ക് പറയുവാൻ കർത്താവ് ഒരു മറുപടി തരുന്നു. ഇവരും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കണ്ടോ? അപ്പോൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നവസക്കായിമാരുടെ ദൈവശാസ്ത്ര ചിന്തകൾക്ക് പാവം ഈ സക്കായിയുടെ മാനസാന്തരം നിലവാരം കുറഞ്ഞതായി തോന്നാം. ആമേൻ. ഇരട്ടിപ്പിക്കുക, വർദ്ധിപ്പിക്കുക, വളർത്തുക എന്ന സമൂഹത്തിന്റെ ചിന്തയോട് എതിരല്ലേ സക്കായി ചെയ്യുന്നത്? യേശുവിനെ കൂടി കൂട്ടിയാൽ വർധന ഉണ്ടാക്കാം, യേശുവിനെ കൂടെ കൂട്ടിയാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാം, യേശുവിനെ കൂടെ നിർത്തിയാൽ ഇത് വലിയ കച്ചവടമാക്കി, ഇതിനെ വലിയ ശൃംഖലയാക്കി നമുക്ക് ചിന്തിക്കാം എന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നവരുടെ നടുവിൽ നിന്ന് സകലതും നഷ്ടപ്പെട്ട് സകലതും ഉപേക്ഷിച്ച് ഇരട്ടിയായി കൊടുക്കാമെന്നുള്ള സക്കായിയുടെ തീരുമാനത്തെ ഒരു സമൂഹത്തിൽ ഈ മനസ്സാന്തരം അപമാനമായും, ഈ മനസ്സാന്തരം തിരിച്ചറിവില്ലാത്തതും ഈ മനസ്സാന്തരം ഒരു കുറഞ്ഞതായി തോന്നാമെങ്കിൽ സ്വർഗത്തിന് ഈ മനസ്സാന്തരം വിലയേറിയതാണ്.